നെക്സ്റ്റ് നമുക്കുള്ളത് വിന്റർ എയർ കണ്ടീഷനിങ്ങിനെ പറ്റിയാണ്. ഫിഗർ ഒന്ന് നോക്കി വെച്ചാകുമ്പോഴത്തേക്ക് ഇവിടത്തേക്കൊന്ന് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ് വിന്റർ എയർ കണ്ടീഷനിങ്ങിനെ പറ്റിയിട്ട്. അതിന്റെ ഫിഗർ എങ്ങനെ വരുന്നുള്ള കാര്യമാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, എല്ലാവർക്കും വിസിബിൾ ആയിട്ടെന്ന് വിചാരിക്കും. വിന്റർ എയർ കണ്ടീഷനിങ്ങിനെ പറ്റിയിട്ടാണ് പറയാനുള്ളത്. വിന്റർ എയർ കണ്ടീഷനിങ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, വെറും ഒറ്റ ഹീറ്റർ അല്ലായിരുന്നു ഉണ്ടായത്, 2 ഹീറ്റർ ഉണ്ട്. ഫസ്റ്റ് വണ്ണാണ് പ്രീ ഹീറ്റർ എന്ന് പറയുന്നത് എയറിന്റെ. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഹ്യൂമിഡിഫയർ വെച്ചിട്ടുണ്ട്. ഹ്യൂമിഡിഫയർ എന്ന് വെച്ചാൽ വെള്ളം സ്പ്രേ ചെയ്യുന്ന ഐറ്റം. ഓക്കെ, ഹ്യൂമിഡിറ്റി ആഡ് ചെയ്യുന്ന ഐറ്റം. വെള്ളം സ്പ്രേ ചെയ്യാം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക്. ആ വെള്ളം സ്പ്രേ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ഈ ഹീറ്റ് ചെയ്ത എയർ ചെറുതായിട്ടൊന്ന് കൂൾ ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം വെള്ളത്തിന്റെ കണ്ടന്റ് ആണല്ലോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ റീഹീറ്റ് കോയിലും കൂടി എക്സ്ട്രാ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ആദ്യം ഒരു പ്രീ ഹീറ്റർ ഉണ്ട്, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വെള്ളം ഹ്യൂമിഡിറ്റി ആഡ് ചെയ്യുന്നത്. ഹ്യൂമിഡിറ്റി ആഡ് ചെയ്തതിന് ശേഷമാണ് ചിലപ്പം നമ്മൾ ഈ ചൂടാക്കിയ എയർ ഒന്നുകൂടെ തണുക്കാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് നമ്മൾ അവിടെ ഒരു റീഹീറ്റ് കോയിലും കൂടി വെച്ചിട്ടാണ് നമ്മൾ തിരിച്ചങ്ങോട്ടേക്ക് കൊടുക്കുന്നത്, നമ്മളെ ഫാനിലേക്ക് പോകുന്നത്. ഫാനിൽ നിന്ന് പിന്നെ നമ്മൾ എവിടെയാണെന്ന് തണുപ്പിക്കേണ്ടത്, ഇവിടെ നിന്ന് മനുഷ്യന്മാരുടെ ചൂടൊക്കെ വലിച്ചെടുക്കാനുള്ളതാണ്. അത് ഇതൊക്കെ തണുപ്പൊക്കെ ആക്കി തിരിച്ച് എയർ പോകാൻ സമയത്ത് റീസർക്കുലേറ്റഡ് എയർ ആയിട്ട് കുറച്ച് ഭാഗം ഇവിടെ തന്നെ മിക്സ് ആവും, ചിലത് തിരിച്ച് പുറത്തേക്കും പോകും. ഓക്കെ, ചെറിയൊരു പോർഷൻ റീസർക്കുലേറ്റഡ് ആവും, ചെറിയൊരു പോർഷൻ പുറത്തേക്ക് പോകും. അപ്പൊ ഇതിന്റെ നമ്മൾ സമ്മർ എയർ കണ്ടീഷനിങ് ആയാലും വിന്റർ എയർ കണ്ടീഷനിങ് ആയാലും ഒക്കെ നമ്മൾ ഒറ്റ കാര്യം ഓർത്ത് വെക്കുക, ഫിഗറിന്റെ അകത്ത് ഈ ഒരു സെയിം ഫിഗർ തന്നെയാണ്, കമ്പോണൻസ് മാത്രമേ മാറ്റുള്ളൂ. അത് സ്റ്റാർട്ടിങ് തൊട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അങ്ങനെയാണ്. നമ്മൾ ഔട്ട്സൈഡ് എയർ വരുന്നു. ഔട്ട്സൈഡ് എയറിനെ നമ്മൾ ഡാമ്പേഴ്സ് വഴി, ഡാമ്പേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഔട്ട്സൈഡ് എയറിനെ നമ്മൾ ഇങ്ങനെ ചെരിച്ചിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവിടാൻ വേണ്ടിയിട്ടാണ്, ഈ പാത്തിലേക്ക് വരാൻ വേണ്ടി ഡാമ്പേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു ഗൈഡ് വൈസ് അതാണ് ഈ ഡാമ്പേഴ്സിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഡാമ്പേഴ്സ് വഴി കടന്നു വന്ന ശേഷം ഇത് ഫസ്റ്റ് തന്നെ പോകുന്നത് നമ്മളെ ഫിൽറ്ററിലേക്കാണ്. ഫിൽറ്ററിലേക്ക് എന്തിനായിരിക്കും പോകുന്നുണ്ടാവുക, അവിടെ ഡസ്റ്റ് പാർട്ടിക്കിൾസും അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അല്ലേ. കുറെ മൈക്രോബിയൽ ഐറ്റംസും ഡസ്റ്റും അങ്ങനത്തെ കുറെ ഇതൊക്കെ ഉള്ളത് കൊണ്ട് അത് നമ്മൾ ഫിൽറ്ററിലേക്ക് കടത്തിവിടും. ഈ ഫിൽറ്ററാണ് നിങ്ങളുടെ AC-ന്റെ ഫ്രണ്ട് കവർ തുറന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്ന ഐറ്റം. ഇതാണ് നമ്മളെ ഫിൽറ്റർ എന്ന് പറയുന്നത്. അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ സാധാരണ നമ്മളെ AC-ന്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത് ഇങ്ങനെയല്ലേ, എന്നിട്ട് ഇവിടെ ചെറിയൊരു വെന്റെല്ലാം ഉണ്ടാവും. ഈ വെന്റും കഴിഞ്ഞിട്ട് മുകളിൽ ഒരു ബോക്സ് ഉണ്ട്, നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ബോക്സ്. ഈ ബോക്സ് നമ്മൾ ഓപ്പൺ ചെയ്താലാണ് അവിടെ ഫിൽറ്റർ എന്ന് പറഞ്ഞ ഐറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഓക്കെ, ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. അവിടെ നിന്നാണ് നമ്മളുടെ എയറിനെ എന്ത് ചെയ്യുന്നത്, ഫസ്റ്റ് തന്നെ ഒരു പ്രീ ഹീറ്റിംഗ് കോയിലിലേക്ക് കടത്തിവിടുന്നത്. പ്രീ ഹീറ്റിംഗ് കോയിലിലേക്ക് കടന്ന എയർ മേ ബി ചിലപ്പോൾ എന്ത് സംഭവിക്കും, നമ്മൾ അടുത്ത ഹ്യൂമിഡിഫയറിൻ്റെ അകത്തേക്ക് പോകുമ്പോൾ ഇവിടെ വെള്ളത്തിന്റെ കണ്ടന്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. വെള്ളത്തുള്ളികൾ നമ്മൾ ഇവിടുന്ന് സപ്ലൈ ചെയ്യാം. സപ്ലൈ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ തണുക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഒരു റീഹീറ്റ് കോയിലും കൂടി വെച്ചിട്ടുള്ളത്. അപ്പൊ ഇത് എഴുതുന്ന സമയത്ത് ഒരിക്കലും ഒരൊറ്റ ഹീറ്റിംഗ് കോയിലും മാത്രമായിട്ട് എഴുതരുത്, റീഹീറ്റ് കോയിലും കൂടി ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുക. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫാന് വഴി നമുക്ക് എവിടെയാണോ തണുപ്പിക്കേണ്ടത് ആ ഏരിയയിലേക്ക് പോകുന്നത്. അങ്ങനെ അത് കണ്ടീഷൻ സ്പേസ് പോയിട്ട് എന്താണോ അവിടെ കണ്ടീഷൻ ചെയ്യേണ്ടത് അത് ചെയ്യും. ചെയ്തിട്ട് ചെറിയൊരു പോർഷൻ നമ്മൾ റീസർക്കുലേറ്റ് ചെയ്യും, കുറച്ച് ഭാഗത്തിന് നമ്മൾ എടുത്ത് കളയുകയും ചെയ്യും. ഓക്കെ, അപ്പം അതിനെ പറ്റിയിട്ടാണ്
ഇവിടെ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞതെങ്കിലും എഴുതിയത് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും സെയിം സാധനം തന്നെയാണ്, ഒന്ന് ഇലാബറേറ്റ് ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇത് കഴിഞ്ഞ സപ്ലിമെന്ററി എക്സാമിന് S7 സപ്ലിമെന്ററി എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. 5 മാർക്കിനാണ് ഇതിന്റെ ക്വസ്റ്റ്യൻ വരുന്നത്. ഏതെങ്കിലും എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാം. കഴിഞ്ഞ എക്സാമിന് സപ്ലിമെന്ററി എക്സാം, ഈ കഴിഞ്ഞ സപ്ലിമെന്ററി എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ ആണ് നമ്മളുടെ വിന്റർ എയർ കണ്ടീഷനിങ്ങിനെ പറ്റിയിട്ട് ജസ്റ്റ് ഫിഗർ വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അപ്പൊ അത് ഓക്കെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അറിയേണ്ടത് നെക്സ്റ്റ് ഒരു പോർഷൻ ആണ്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഹീറ്റിംഗ് സിസ്റ്റം. ഞാൻ കുറെ കാലമായിട്ട് പറയാൻ തുടങ്ങിയിട്ട് മനുഷ്യന്മാരുടെ ശരീരത്തിൽ നിന്ന് ചൂട് വലിച്ചെടുക്കുന്നത്, മനുഷ്യന്മാരുടെ ശരീരത്തിൽ നിന്ന് ചൂട് വലിച്ചെടുക്കുന്നുണ്ട്. മനുഷ്യന്മാരുടെ ശരീരത്തിൽ നിന്ന് മാത്രമല്ല വലിച്ചെടുക്കുക, കുറച്ച് എക്സ്ട്രാ ഐറ്റംസും കൂടി ഉണ്ട്. അതിനെ പറ്റിയിട്ടാണ് പറയാനുള്ളത്. ഒന്ന് വെച്ചാൽ ഹീറ്റ് ഗെയിൻഡ് ബൈ ദ വാൾസ്. എന്താണ് ഉദ്ദേശിക്കുന്നത്? ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഹീറ്റിംഗ് സിസ്റ്റം ആണ്. നമ്മൾ ഹീറ്റിംഗ് അല്ലെങ്കിൽ കൂളിംഗ് സിസ്റ്റം, അതിൻ്റെ അകത്ത് ബാധിക്കുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ ഒന്നാമത്തെ ഫാക്ടർ പറയുന്നത് ഹീറ്റ് ഗെയിൻഡ് ബൈ വോൾസ്. നമ്മളുടെ സൂര്യപ്രകാശമൊക്കെ തട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മളുടെ വീടുകളിൽ ചുമരിലായിരിക്കും ഫസ്റ്റ് തന്നെ പതിക്കുക. ചുമരിലും ടെറസിന്റെ മുകളിലൊക്കെ ആയിരിക്കും പതിക്കുന്നുണ്ടാവുക. അവിടെ നിന്നാണ് നമുക്ക് മെയിനായിട്ട് നമ്മളെ റൂമിന്റെ ഉള്ളിലേക്ക് ചൂട് കൂടാനുള്ള മെയിൻ ഐറ്റം വരുന്നത്. അതുകൊണ്ട് നമ്മൾ വീട്ടിന്റെ മുകളിലുള്ള നിലയിൽ പൊതുവെ ചൂട് കുറച്ച് കൂടുതലായിരിക്കും താഴത്തെ നിലേനെക്കാട്ടി. ഓക്കെ, അപ്പൊ ഹീറ്റ് ഗെയിൻഡ് ബൈ ദ വാൾസ് എന്ന് പറയുന്നത് അതിനെയാണ്. അപ്പൊ നമ്മളെ സണ്ണിന്റെ അകത്തുനിന്ന് ദ വാൾസ് ഓഫ് ദ റൂം ഗെയിൻ ഹീറ്റ് ഫ്രോം ദ സൺ ബൈ വേ ഓഫ് കണ്ടീഷൻ. ദ എമൗണ്ട് ഓഫ് ഹീറ്റ് ഡിപ്പെൻഡ്സ് ഓൺ വാൾ മെറ്റീരിയൽ. അതുകൊണ്ടാണ് നമ്മളുടെ നിങ്ങൾ ഇത് കണ്ണൂര് ഒരു കൃഷ്ണ ജ്വല്ലേഴ്സ് ഉണ്ട്, കണ്ടിട്ടുണ്ടോ? അറിയോ? കണ്ണൂരിലൊരു കൃഷ്ണ ജ്വല്ലേഴ്സിനെ പറ്റിയിട്ട് അറിയോ? കുഞ്ഞിക്കണ്ണൻ ജ്വല്ലറി എന്നൊക്കെ പറയുന്നത്. കുഞ്ഞിക്കണ്ണൻ ജ്വല്ലറി അവർക്ക് മാറ്റിയിട്ട് കൃഷ്ണ ജ്വല്ലേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പേരിലാണ് ഇപ്പൊ അറിയപ്പെടുന്നത്. അവിടുത്തെ ചുമര് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഫുൾ കല്ല് മാത്രമേ ഉള്ളൂ. അവിടെ സിമെന്റിന്റെ ഒരു പോർഷൻ പോലും കല്ല് തേച്ചിട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അത് കോൺക്രീറ്റോ സിമെന്റോ ഒന്നുമില്ല, ഇല്ലാണ്ട് ഉണ്ടാക്കിയൊരു വേ ആണ്. അതേപോലെ തന്നെ പയ്യാമ്പലം ബീച്ച് പോയി കഴിഞ്ഞാൽ ഇവരുടെ തന്നെ കൃഷ്ണ റിസോർട്ട് ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ ഇതേ അവസ്ഥയായിരിക്കും. കണ്ടു കാണാൻ സാധ്യത. ഞാനൊന്ന് ഒന്നുമില്ല, ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തിനെ പറ്റിയിട്ടാന്നുള്ള പറയാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്തേ ഉള്ളൂ. സെക്കൻഡ് അതിപ്പം എടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ല. ഏതായാലും നിങ്ങൾ അത് അങ്ങനെയാണെന്ന് വിചാരിക്കും. അപ്പൊ അത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ് മെയിനായിട്ട് ഹീറ്റ് ഭയങ്കരമായിട്ട് എടുക്കും. അതുകൊണ്ട് നമ്മളെ വീട്ടിൽ പണ്ടത്തെ ഓടിട്ട വീടിനൊക്കെ ഭയങ്കര തണുപ്പ് കൂടുതലായിരിക്കും എന്നൊക്കെ പറയും ആൾക്കാർ. നേരെ മറിച്ച് കോൺക്രീറ്റ് ചെയ്ത വീട്ടിന് ചൂടും കൂടുതലായിരിക്കും. കാരണം അവിടെ ഹീറ്റ് റീഗെയിൻ ചെയ്യാൻ സാധ്യത കൂടുതലാണ് കോൺക്രീറ്റ് ഹൗസസിൽ. ഓക്കെ, അതിനെപ്പറ്റി ജസ്റ്റ് പറയാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഹീറ്റ് ഗെയിൻഡ് ബൈ വാൾസ് ഒന്ന്, വാൾസ് അല്ലാണ്ട് പിന്നെ ഉള്ളത് എന്താ? ഹീറ്റ് ഗെയിൻഡ് ബൈ റൂഫ് ആൻഡ് പാർട്ടീഷൻസ്, നമ്മളെ മോൾ ഭാഗം, വീടിന്റെ ഒക്കെ മോൾ ഭാഗം. നെക്സ്റ്റ് ഹീറ്റ് എഫക്ട് ചെയ്യുന്ന സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റ് ഗെയിൻഡ് ബൈ വിൻഡോസ്. നമ്മളെ വിൻഡോസ് ഒക്കെ തുറന്നിട്ട് കഴിഞ്ഞാലും അല്ലെങ്കിൽ ഗ്ലാസിന്റെ വിൻഡോസ് ആയിരിക്കും മിക്കവാറും വീടുകളിലൊക്കെ ഉണ്ടാവുക അല്ലേ? സ്വാഭാവികമായിട്ട് ഗ്ലാസിന്റെ ഉള്ളിൽ കൂടെ നമ്മൾ സോളാർ എഫക്റ്റ് ഒക്കെ പഠിച്ചതാണ് അങ്ങനെയാണെന്നുള്ളത്. അപ്പൊ ഇതിന്റെ ഉള്ളിലേക്ക് ചൂട് കയറി വന്നാൽ തിരിച്ച് പുറത്തേക്ക് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതാണ് ഹീറ്റ് ഗെയിൻഡ് ബൈ വിൻഡോസ് വരുന്നത്. പിന്നെ നെക്സ്റ്റ് ഉള്ളതാണ് ഞാൻ മനുഷ്യന്മാരുടെ കയ്യിൽ നിന്ന് ചൂട് വലിച്ചെടുക്കുന്നു എന്ന് പറഞ്ഞ ആ ഒരു ചൂട്. ഏത്? ഹീറ്റ് ജനറേറ്റഡ് ബൈ ദ പീപ്പിൾ. നമ്മളുടെ ശരീരത്തിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ചൂട്, നമ്മൾ ഓരോ വർക്ക് ചെയ്യുന്ന സമയത്തും ഒക്കെ നമ്മളെ ശരീരത്തിൽ നിന്ന് ഹീറ്റ് ലിബറേറ്റ് ആവുന്നുണ്ട്.
ആ ലിബറേറ്റ് ചെയ്ത ഹീറ്റ്. പിന്നെയുള്ളത് നെക്സ്റ്റ് ഹീറ്റ് ജനറേറ്റഡ് ബൈ ഇലക്ട്രിക്കൽ അപ്ലയൻസസ്. നമ്മളെ റൂമിലെ ഫാന്, നമ്മളെ വീട്ടിലെ ഇത്തിരി പെട്ടി, അതേപോലെ തന്നെ നമ്മളെ ഗ്യാസ് അടുപ്പ് കത്തിച്ചത്, ഇതിൻ്റെയൊക്കെ ചൂട്. ലാസ്റ്റ് ഉള്ളത് ഹീറ്റ് ഗെയിൻഡ് ഫ്രം ഔട്ട്സൈഡ് എയർ. പുറത്തുള്ള ചൂട് കാറ്റ് നമ്മളെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് വെന്റിലേഷൻ വഴിയൊക്കെ വരുന്നത്. ഇത്രയും ഐറ്റംസ് ആണ് നമ്മളൊരു റൂമിനെ ചൂട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നത്. റൂമിൻ്റെ ഉള്ളിലുള്ള ഹീറ്റ് അല്ലെ കോൾഡ് എന്താണോ കണ്ടീഷൻ, അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇത്രയും ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, ഒന്ന് വോള്, ഒന്ന് റൂഫ്, പിന്നെ വിൻഡോസ്, പിന്നെ നമ്മൾ മനുഷ്യന്മാരാണ് പീപ്പിൾ, പിന്നെ ഇലക്ട്രിക്കൽ അപ്ലയൻസ്, നമ്മളെ വീട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇലക്ട്രിക്കൽ അപ്ലയൻസസ്, ലാസ്റ്റുള്ള ഹീറ്റ് ഗെയിൻഡ് ഫ്രം ഔട്ട്സൈഡ് എയർ. ഇത്രയും ഫാക്ടേഴ്സ് ആണ് ഹീറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളത്. ഇതാണ് നമ്മളെ എന്താ പറയുന്നത് വിൻഡോ എയർ കണ്ടീഷനിങ്ങും റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സ്. വിൻഡോ എയർ കണ്ടീഷനിങ്ങിന് മാത്രമല്ല, ഇത് സമ്മർ എയർ കണ്ടീഷനിങ്ങിൻ്റെ അകത്തും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഫാക്ടേഴ്സ് ആണ്. നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. ഇയർ റൗണ്ട് എയർ കണ്ടീഷനിങ്. ഇതാണ് നമ്മളുടെ ഇപ്പോഴത്തെ കാലത്ത് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള AC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയർ റൗണ്ട് എയർ കണ്ടീഷനിങ് സിസ്റ്റമാണ്. എന്ന് വെച്ചാൽ നമുക്ക് സമ്മർ സീസണിൽ ഉപയോഗിക്കാം, വിന്റർ സീസണിൽ ഉപയോഗിക്കാം. അങ്ങനെയുള്ളൊരു AC സിസ്റ്റമാണ് ഇപ്പം നമ്മൾ നിലവിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇയർ റൗണ്ട് എയർ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ഹാവ് എക്യുപ്മെന്റ് ഫോർ ബോത്ത് സമ്മർ ആൻഡ് വിന്റർ എയർ കണ്ടീഷനിങ്. സമ്മർ സീസണിലും വർക്ക് ചെയ്യണം, വിന്റർ സീസണിലും വർക്ക് ചെയ്യിക്കാൻ പറ്റണം. അതിനെയാണ് നമ്മൾ ഇയർ റൗണ്ട് എയർ കണ്ടീഷനിങ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെ വരുന്നത് നോക്കിയോ. ആകെ നേരത്തെ കണ്ട അതേ ചിത്രം തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെയും കാണാൻ സാധിക്കുക. പക്ഷേ എങ്കിൽ ഉള്ളിലത്തെ കമ്പണൻസ് മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ. എന്തൊക്കെയാണ് കമ്പണൻസിലുള്ള വ്യത്യാസം നോക്കാം. ബാക്കി എക്സ്പ്ലനേഷൻ ഒക്കെ സെയിം ആണ്. ഔട്ട്സൈഡ് എയർ വരും. ഔട്ട്സൈഡ് എയർ ഫസ്റ്റ് തന്നെ ഫിൽട്ടർ വഴി കടന്നു വരും. ഫിൽട്ടർ വഴി കടന്നു വന്നതിന് ശേഷം ഫസ്റ്റ് ഉള്ളതാണ് കൂളിംഗ് കോയിൽ. ഓക്കെ, ആദ്യം തന്നെ നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ലാണ് കൂളിംഗ് കോയിൽ. നെക്സ്റ്റ് ഉള്ളതാണ് ഹ്യൂമിഡിഫയർ, ഹ്യൂമിഡിറ്റി ആഡ് ചെയ്യുന്ന ഐറ്റം. നെക്സ്റ്റ് ഉള്ളതാണ് ഹീറ്റിംഗ് കോയിൽ. പിന്നെ നമ്മൾ പതിവ് പോലെ തന്നെ ഫാന്, കണ്ടീഷൻഡ് സ്പേസ്, റീസർക്കുലേറ്റഡ് എയർ, ഔട്ട്സൈഡ് എയർ. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും 2 കോയിൽസ്. എന്തൊക്കെയാണ്? കൂളിംഗ് കോയിലുണ്ട്, ഹീറ്റിംഗ് കോയിലുണ്ട്, പിന്നെ ഉള്ളത് ഹ്യൂമിഡിഫയർ ആണ്. ഡീഹ്യൂമിഡിഫയർ എന്ന് പറഞ്ഞ ഐറ്റം ഇവിടെ കാണാൻ സാധിക്കില്ല. എന്തുകൊണ്ടായിരിക്കും? ഡീഹ്യൂമിഡിഫയർ എന്ന് വെച്ചാൽ ഹ്യൂമിഡിറ്റിനെ ഒഴിവാക്കുക. അത് നമ്മൾ സമ്മർ എയർ കണ്ടീഷനിങ്ങിൽ പഠിച്ചതാ. എന്തുകൊണ്ടായിരിക്കും? കാരണം കൂളിംഗ് കോയിൽ എന്ന് പറഞ്ഞ സാധനം വർക്ക് ചെയ്യാതിരിക്കും. കാരണം നമുക്ക് സമ്മർ സീസണിലാണ് ഡീഹ്യൂമിഡിഫിക്കേഷൻ ആവശ്യമുണ്ടാവും. വെള്ളത്തുള്ളികളെ റിമൂവ് ചെയ്യേണ്ടി വരിക. അപ്പൊ നമ്മളെ കൂളിംഗ് കോയിലാണ് വിചാരിക്കും. കൂളിംഗ് കോയിൽ ടെമ്പറേച്ചർ പൊതുവെ കുറവായിരിക്കുമല്ലോ. ഒരു 18 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് കൺസിഡർ ചെയ്യാം. 18 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മളെ കൂളിംഗ് കോയിൽ നേരി. നമ്മളുടെ എയർ, അതായത് ഹ്യൂമിഡിറ്റി ഭയങ്കരമായിട്ടുള്ള സമ്മർ സീസണിലെ എയർ വരികയെന്ന് വിചാരിക്കും. ഒരു 70% ആണ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് കരുതുക. അങ്ങനെയുള്ള എയർ കൂളിംഗ് കോയിലിൽ വന്നിട്ട് ടച്ച് ചെയ്യുന്ന സമയത്ത് ഈ വെള്ളത്തിന്റെ ഡ്രോപ്ലെറ്റ്സ് എന്ത് സംഭവിക്കും? ഈ കൂളിംഗ് കോയിലുമായിട്ട് ടച്ച് ചെയ്തിട്ട് അത് ഡ്യൂ ആയിട്ട് ഫോം ചെയ്യും. ഡ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞ് തുള്ളികൾ, അതെ, വെള്ളത്തിന്റെ തുള്ളികളായിട്ട് ഫോം ചെയ്യും. അങ്ങനെ നമുക്ക് കുറെ പോർഷൻ ഓഫ് വാട്ടർ എന്താവും, ഇവിടെ തന്നെ സെറ്റിലാവും. ഇവിടെ തന്നെ നമുക്കൊരു നിലത്ത് വെള്ളം ഉറ്റുന്ന രീതിയിൽ നിൽക്കും. ഇതുകൊണ്ടാണ് AC-ൻ്റെ അകത്തുനിന്ന് വെള്ളം ഇങ്ങനെ ഉറ്റിക്കൊണ്ടിരിക്കുന്നത്. അത് നല്ല പ്യുവർ വാട്ടർ ആയിരിക്കും. നമുക്ക് വെള്ളം കുടിക്കാൻ വരെ പറ്റുന്ന രീതിയിലുള്ള വാട്ടറാണ് ഇതിനകത്ത് നിന്ന് കിട്ടുക. കിണറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന വെള്ളത്തിനെക്കാട്ടിയും പ്യുവർ ആയിട്ടുള്ള വാട്ടർ ആയിരിക്കും ഈ AC-ൻ്റെ ഇതിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്നുണ്ടാവും. എന്ന് വെച്ചിട്ട് അത് കുടിക്കാൻ നിൽക്കണ്ട. കാരണം പണ്ട് തൊട്ടേയുള്ള പൈപ്പ് ലൈൻ ആയിരിക്കും. വെള്ളം പ്യുവർ ആണെങ്കിലും നമ്മൾ വരുന്ന പൈപ്പ് ലൈനൊക്കെ മോശമുള്ളതായിരിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്ന് വെച്ചിട്ട് അടുത്ത് കുടിക്കാൻ നിൽക്കണ്ട. അറ്റ്മോസ്ഫറിക് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആണ് നമ്മളിനെ കണ്ടൻസ് ചെയ്തിട്ട് ഇതിനകത്ത് നിന്ന് പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഇപ്പം എത്തുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു 55% ഏകദേശം ആ ഒരു റേഞ്ചിൽ ഹ്യൂമിഡിറ്റിയിലേക്ക് മാറിക്കൊള്ളും. ഓക്കെ,
അതുകൊണ്ടാണ് നമ്മൾ ഡീഹ്യൂമിഡിഫയർ എന്ന് പറഞ്ഞ പ്രത്യേകമായിട്ട് കമ്പോണന്റ് വെക്കാത്തത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഉള്ളത് കൂളിംഗ് കോയിൽ. പിന്നെ ഉള്ളത് നമ്മൾ വിന്റർ എയർ കണ്ടീഷനിങ്ങിൻ്റെ അകത്ത് പഠിച്ച അതേപോലെ തന്നെ ഹ്യൂമിഡിഫയറും ഹീറ്റിംഗ് കോയിലും. ഇനി ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സീസണിലും 2 തരത്തിലാണ് ഇത് വർക്ക് ചെയ്യുക. ഇൻ സമ്മർ എയർ കണ്ടീഷനിങ്, അതായത് നമ്മൾ മോഡ് ഏതിൻ്റെ അകത്ത് മാറ്റണം, നമ്മൾ റിമോട്ടിൽ നിന്ന് മാറ്റണം. സമ്മർ സീസൺ ആകുമ്പോൾ നമ്മൾ സമ്മർ സീസണിന് വേണ്ട മോഡ് റിമോട്ടിലേക്ക് മാറ്റി കഴിഞ്ഞാൽ കൂളിംഗ് കോയിൽ ഓപ്പറേറ്റ്സ് ടു കൂൾ ദ എയർ ടു ഡിസേർവ്ഡ് വാല്യൂ. കൂളിംഗ് കോയിൽ ആണ് വർക്ക് ചെയ്യുക. ഹീറ്റിംഗ് കോയിൽ എന്ന് പറഞ്ഞ സാധനം എന്തായിരിക്കും, അവിടെ ഐഡിയലായിട്ട് നിൽക്കും. ഐഡിയൽ എന്ന് പറഞ്ഞാൽ അറിയില്ലേ, ഐഡിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസ് ചെയ്യാത്ത രീതിയിൽ അവിടെ നിന്നോളും സമ്മർ സീസണിലാണെങ്കിൽ. ഓക്കെ, നമുക്ക് നോക്കാം. ദ ഡീഹ്യൂമിഡിഫിക്കേഷൻ ഈസ് ഒബ്റ്റൈൻഡ് ബൈ ഓപ്പറേറ്റിംഗ് ദ കൂളിംഗ് കോയിൽ അറ്റ് ടെമ്പറേച്ചർ ലോവർ ദാൻ ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ. എങ്ങനെയാണ് ഡീഹ്യൂമിഡിഫിക്കേഷൻ നടക്കുന്നത്? സമ്മർ സീസണിൽ നമുക്ക് ഹ്യൂമിഡിറ്റീനെ കുറക്കണം. അത് നടക്കുന്ന വെച്ചാൽ എന്താണ്, കൂളിംഗ് കോയിൽ വഴി തന്നെയാണ്. ഓക്കെ, നമ്മൾ കൂളിംഗ് കോയിലിനെ എത്ര ഡിഗ്രി സെൽഷ്യസിലേക്ക് ആക്കും, ആ സമയത്തുള്ള ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചറിന്റെ സ്റ്റേജിലേക്കായിരിക്കും നമ്മൾ കൂളിംഗ് കോയിലിനെ തണുപ്പിക്കുന്നുണ്ടാവും. അതേപോലെ തന്നെ ഇൻ വിന്റർ സീസൺ ദ കൂളിംഗ് കോയിൽ ഈസ് മെയ്ഡ് ഇൻ ഓപ്പറേറ്റീവ്, അല്ലെങ്കിൽ കൂളിംഗ് കോയിലിനെ നമ്മൾ എന്തായിരിക്കും, നമ്മൾ ഐഡിയലാക്കി വെക്കും. ആൻഡ് ഹീറ്റിംഗ് കോയിൽ ഓപ്പറേറ്റ്സ്, നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പരിപാടി നടക്കും. പിന്നെ ദ സ്പ്രേ ടൈപ്പ് ഹ്യൂമിഡിഫയർ, വെള്ളം ആഡ് ചെയ്യുന്ന ഹ്യൂമിഡിഫയർ ഈസ് ഓൾസോ മെയ്ഡ് യൂസ് ഇൻ ഡ്രൈ സീസൺ ടു ഹ്യൂമിഡിഫൈ ദ എയർ. നെക്സ്റ്റ് നടക്കുന്നത് വിന്റർ സീസൺ ആകുമ്പോൾ ബാക്കി 2 കമ്പോണൻസ് ആയിരിക്കും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇതിന് ഇങ്ങനെയാണ് നമ്മളുടെ ഇയർ റൗണ്ട് എയർ കണ്ടീഷനിങ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ഇയർ റൗണ്ട് എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിനെ പറ്റി ഇത് ഒക്കെ 5 മാർക്കിന്റെ മാത്രം ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ ജസ്റ്റ് ഫിഗർ വരക്കുക, എങ്ങനെയാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. സമ്മർ സീസണിൽ ഇതിന്റെ കൂടെ കുറച്ചുകൂടെ ആഡ് ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് സ്വന്തം വാക്കുകളിൽ എഴുതി ചേർക്കാൻ പറ്റുന്നതാണ്. when outside air enters it first goes to filter first എന്ത് ചെയ്യും, filters the air and removes the dust particles and so and so, ആ രീതിയിൽ പറയാം. നെക്സ്റ്റ്, if the season is summer season then the cooling coil only will be in active condition, the other humidifier and heating coil will be in ideal condition എന്ന് പറയാം. നെക്സ്റ്റ്, അപ്പോൾ കൂളിംഗ് കോയിലിനെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ടെമ്പറേച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചറിലായിരിക്കും ആ സമയത്ത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക കൂളിംഗ് കോയിലിനെ. ദെൻ ഇറ്റ് ഗോസ് ടു കണ്ടീഷൻഡ് സ്പേസ് ആൻഡ് റീസർക്കുലേറ്റഡ്. ഓക്കെ, ആൻഡ് റെസ്റ്റ് ഓഫ് ദ എയർ വിൽ ബി പുട്ട് ഔട്ട്സൈഡ്. അങ്ങനെ എന്ത് നിങ്ങളുടേതായിട്ടുള്ള ഒരു ലാംഗ്വേജിൽ മാക്സിമം അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഇപ്പൊ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. AC സിസ്റ്റം കൺട്രോൾസിൽ വരുന്ന ഒരു ഐറ്റമാണ് തെർമോസ്റ്റാറ്റും ഹ്യൂമിഡിസ്റ്റാറ്റും. തെർമോസ്റ്റാറ്റ് എന്താണ് നമ്മൾ 4ാമത്തെ മൊഡ്യൂളിലും ഒക്കെ പഠിച്ചത് തന്നെയാണ്. തെർമോസ്റ്റാറ്റ് എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ കൺട്രോൾ ഡിവൈസ് ആണ്. ഇതും കഴിഞ്ഞ സപ്ലിമെന്ററി എക്സാമിന് ചോദിച്ചതാണ്. തെർമോസ്റ്റാറ്റിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഹ്യൂമിഡിസ്റ്റാറ്റിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും. അപ്പോൾ ഇത് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിക്കുന്നത്. എക്സ്പ്ലെയിൻ ബ്രീഫ്ലി അബൌട്ട് തെർമോസ്റ്റാറ്റ് ആൻഡ് ഹ്യൂമിഡിസ്റ്റാറ്റ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായത്. അതിന്റെ വർക്കിംഗ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. തെർമോസ്റ്റാറ്റ് ഓൾറെഡി പറഞ്ഞതാണ്, എങ്കിലും നമുക്ക് അറിയുന്ന തെർമോസ്റ്റാറ്റിനെ നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ഇസ്തിരിപ്പെട്ടിനകത്തൊക്കെ ഉള്ള അതേ തെർമോസ്റ്റാറ്റിനെ നമ്മൾ റിക്വയർഡ് ടെമ്പറേച്ചർ എത്തിക്കഴിഞ്ഞാൽ നമ്മളെ കംപ്രസറിനെ സ്റ്റോപ്പ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഈ തെർമോസ്റ്റാറ്റ് എന്ന് പറഞ്ഞ എക്യുപ്മെന്റ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹ്യൂമിഡിസ്റ്റാറ്റ് അപ്പോൾ യൂസ് ചെയ്യുന്നത് എന്തിനായിരിക്കും? വെൻ ഡിസൈഡ് ഹ്യൂമിഡിറ്റി ഈസ് ഒബ്റ്റൈൻഡ്, നമ്മളുടെ ഹ്യൂമിഡിസ്റ്റാറ്റ് വർക്ക് ചെയ്യാൻ തുടങ്ങും. അതോടുകൂടി ഹ്യൂമിഡിറ്റി ആഡ് ചെയ്യുന്നതും റിമൂവ് ചെയ്യുന്നതും അവിടെ വെച്ച് സ്റ്റോപ്പ് ആവും. ഇതാണ് ബേസിക് ആയിട്ടുള്ള തെർമോസ്റ്റാറ്റ് എന്താണെന്നും ഹ്യൂമിഡിസ്റ്റാറ്റ് എന്താണെന്നുള്ളതിന്റെ കോൺസെപ്റ്റ് വരുന്നത്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ്റെ അകത്ത് നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായെന്ന് വെച്ചാൽ ഇതായിരുന്നു, വിത്ത് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് വരക്കാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായത്. ഇപ്പൊ എക്സാമ്പിൾ എന്ന് വെച്ചാൽ നമുക്ക് അറിയുന്ന സാധനം തന്നെയാണ് ബൈ മെറ്റാലിക് സ്ട്രിപ്പ് വെച്ചിട്ടുള്ള തെർമോസ്റ്റാറ്റ്. ബൈ മെറ്റാലിക് സ്ട്രിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ടൈപ്പ് ഓഫ് മെറ്റൽസ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടാവും. രണ്ടും 2 തെർമൽ കണ്ടക്ടിവിറ്റി ആയിരിക്കും ഉണ്ടാവുക അതിന്റെ പ്രോപ്പർട്ടീസ്. അപ്പൊ എന്ത് സംഭവിക്കും? രണ്ടും ഒരേപോലെ
നമ്മൾ സാധാരണ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിനെന്ത് ഡീഫോർമേഷൻ നടക്കും. അപ്പോൾ ഒരു മെറ്റൽ പെട്ടെന്ന് ഡീഫോം ആവും, നെക്സ്റ്റ് മെറ്റൽ ചെറുങ്ങനെ ആയിരിക്കും ഡീഫോം ആവുക. സ്വാഭാവികമായിട്ട് നമ്മളെ സർക്യൂട്ട് എന്താവും, അപ്പോൾ ഓപ്പൺ സർക്യൂട്ട് ആവും അല്ലെ. ഓപ്പൺ സർക്യൂട്ട് എന്നാ പറയാം. സർക്യൂട്ട് ഓപ്പൺ ആയി, അപ്പോൾ ഇതിലോട്ട് കറണ്ട് പോകാണ്ടാവും. സ്വാഭാവികമായിട്ട് നമ്മളെ കംപ്രസറിൽ കറണ്ട് എത്തിയിട്ടില്ലെങ്കിൽ നമ്മളെ റെഫ്രിജറേറ്ററോ അല്ലെങ്കിൽ AC വർക്ക് ചെയ്യാൻ തുടങ്ങൂല. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്തായിരിക്കും രണ്ടാമത് നമുക്ക് റിക്വയർഡ് ടെമ്പറേച്ചറിൽ എത്തുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇത് ഓട്ടോമാറ്റിക്കലി രണ്ടാമത് വന്നിട്ട് ഇവിടെ കോണ്ടാക്ട് തന്നെ വരും. അങ്ങനെ രണ്ടാമത് നമ്മളെ സർക്യൂട്ട് ക്ലോസ് ആവും. അപ്പോൾ നമ്മളുടെ കംപ്രസറൊക്കെ രണ്ടാമത് വർക്ക് ചെയ്ത് തുടങ്ങും. എൻ്റെ ഒരു ചിത്രം ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതിപ്പം ഈ ഫിഗറിൻ്റെ അകത്ത് കാണിക്കുന്ന 50 ഡിഗ്രി സെൽഷ്യസിൻ്റെ അകത്ത് സെറ്റ് ചെയ്ത് വെച്ചതാണ്. അല്ല, 50% റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയിൽ സെറ്റ് ചെയ്ത് വെച്ചാൽ. ഇത് ഏതാണ് സാധനം? ഹ്യൂമിഡിസ്റ്റാറ്റ് ആണ് അവിടെ ഉള്ളത്. ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യുന്നത് അതിൻ്റെ ഫിഗറാണ് റൈറ്റ് സൈഡിലുള്ളത്. ലെഫ്റ്റ് സൈഡിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് തെർമോസ്റ്റാറ്റും ആണ് ഫിഗറിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഹ്യൂമിഡിസ്റ്റാറ്റിൻ്റെ അല്ലെ ഹ്യൂമിഡിഫയറിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ആണ് ഇനി നോക്കാനുള്ളത്. വൈ ഹ്യൂമിഡിഫയർ, എന്തിനാണ് നമ്മളുടെ ഇത് റെഫ്രിജറേഷൻ സിസ്റ്റത്തിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത്? എ ഹ്യൂമിഡിഫയർ ഈസ് എ ഡിവൈസ് ദാറ്റ് ഇൻക്രീസ് ഹ്യൂമിഡിറ്റി. എല്ലാവർക്കും അറിയുന്ന കാര്യം. അല്ലെങ്കിൽ മോയ്സ്ചർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഹ്യൂമിഡിഫയർ എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഈ ഹ്യൂമിഡിറ്റിൻ്റെ അകത്തുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ലോ ഹ്യൂമിഡിറ്റി മേ ഒക്കർ ഇൻ ഹോട്ട് അല്ലെ ഡ്രൈ ഡെസേർട്ട് ക്ലൈമറ്റ്, അല്ലെ ഡെസേർട്ട് ആയിട്ടുള്ള ക്ലൈമറ്റിലായിരിക്കും. അതായത് മരുഭൂമിയിലൊക്കെയാണ് ലോ ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞ ഒരു എഫക്റ്റ് വരിക. ഓക്കെ. ഓർ ഇൻഡോർ ഇൻ ആർട്ടിഫിഷ്യലി ഹീറ്റിംഗ് സ്പേസ് ക്യാൻ കോസ് അഡ്വേഴ്സ് ഹെൽത്ത് എഫക്റ്റ് ബൈ ഡ്രൈയിങ് ഔട്ട് mucous membrane such as lining of the nose, throat and can cause respiratory distress. അതായത് നമുക്ക് ഈ ഹ്യൂമിഡിറ്റി ഇല്ലെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിനൊക്കെ എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇതാണ് മെയിനായിട്ട് വരേണ്ടത്. എ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഓഫ് 30% to 50% is recommended for most homes. മനുഷ്യന്മാർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് 30% to 50% ഹ്യൂമിഡിറ്റി റേഞ്ചാണ് നമ്മൾ മെയിനായിട്ട് അഡോപ്റ്റ് ചെയ്തത്. അതിൽ തന്നെ 50 ആണ് നമ്മൾ മെയിനായിട്ട് ചൂസ് ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് അലൈൻമെന്റ് സർക്കിൾ വരച്ച സമയത്ത് ഓർമ്മ ഉണ്ടാവുമായിരിക്കും, നമ്മൾ അലൈൻമെന്റ് സർക്കിൾ എടുത്തത് എത്ര ഡിഗ്രി സെൽഷ്യസിലായിരുന്നു? സൈക്കോമെട്രിക് പ്രോബ്ലത്തിന്റെ അകത്ത് അലൈൻമെന്റ് സർക്കിൾ എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയാണ്. അലൈൻമെന്റ് സർക്കിൾ നമ്മൾ എടുത്തിട്ടുള്ളത് 24 ഡിഗ്രി സെൽഷ്യസ് പിന്നെ 50% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി വെച്ചിട്ടായിരുന്നു. ഓക്കെ. എന്ന് വെച്ചാൽ കംഫർട്ട് സോൺ, ഒരു സാധാരണ ഒരു ആവറേജ് വ്യക്തിക്ക് കംഫർട്ട് ആയിട്ടുള്ള ഒരു സോണാണ് ഈ 24 ഡിഗ്രി സെൽഷ്യസും 50% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. അതുകൊണ്ടാണ് നമ്മൾ അലൈൻമെന്റ് സർക്കിൾ എന്ന് പറഞ്ഞിട്ട് എല്ലാ ക്വസ്റ്റ്യൻ്റെ അകത്തും ആ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. അത് സമ്മർ എയർ കണ്ടീഷനിങ്ങിന് മാത്രമാണ് ഈ അലൈൻമെന്റ് സർക്കിൾ നമ്മൾ വരക്കുള്ളൂ. വിന്റർ എയർ കണ്ടീഷനിങ്ങിനൊന്നും നമ്മൾ അലൈൻമെന്റ് സർക്കിൾ വരക്കുന്നില്ല. ഓക്കെ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോയത് ഒരു ഹ്യൂമിഡിഫയറിന്റെ എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു വെള്ളം സ്റ്റോർ ചെയ്യുന്ന ടാങ്ക്, ജസ്റ്റ് ഒരു ഫാൻ. ആ ഫാന് കറങ്ങുന്നതിനനുസരിച്ച് നമ്മൾ ഇവിടുത്തെ വെള്ളം എന്തായാലും മുകളിലേക്ക് ആവിയായിട്ട് ഈ റൂമിനുള്ളിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കും. അത്രേ ഉള്ളൂ. ഈ ഹ്യൂമിഡിസ്റ്റാറ്റിന്റെ വേറൊരു എക്സാമ്പിൾ ആണ് നമ്മളുടെ ആവി പിടിക്കുന്ന ഒരു മെഷീൻ ഉണ്ടല്ലോ. നമ്മൾ ജലദോഷമൊക്കെ വന്നു കഴിഞ്ഞാൽ അല്ലെ മൂക്കടപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ആവി പിടിക്കുന്ന മെഷീൻ ഉണ്ട്. ആ ആവി പിടിക്കുന്ന മെഷീനും എന്തിന് എക്സാമ്പിൾ ആണ്? ഈ ഹ്യൂമിഡിഫയറിന് എക്സാമ്പിൾ ആണ്. ആവി പിടിച്ചു കഴിഞ്ഞാൽ വെള്ളത്തിന്റെ വാട്ടർ വേപ്പർ തന്നെയാണ് അവിടെ വന്നുകൊണ്ടിരിക്കുന്നത്.
നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ്, റിപ്പീറ്റ് ആയതാണ്. ഓർമ്മ ഉണ്ടാവുന്ന വിചാരിക്കുന്നു. ഇതൊക്കെ എന്തായിരുന്നു കാണുന്നത്? പാക്കേജ്ഡ് എയർ കണ്ടീഷനിങ് ആണ്. സെൻട്രൽ AC. നമ്മളെ കയ്യിലുള്ള ലാസ്റ്റ് ടോപ്പിക്കാണ് ഇനി ഡക്റ്റ് ഡിസൈനിൽ വരുന്നത്. ഡക്റ്റ് ഡിസൈൻ എന്ന് പറഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാനില്ല. അതിനൊക്കെ നിങ്ങൾ MEP എന്ന് പറഞ്ഞൊരു കോഴ്സൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ടോ. നമുക്കിപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രമേ പഠിക്കാനുള്ളൂ. കാരണം ഇത് വലിയ സോഫ്റ്റ്വെയർ ഒക്കെ വെച്ചിട്ട് ചെയ്യുന്ന പരിപാടിയാണ് ഈ ഡക്റ്റ് ഡിസൈൻ എന്നൊക്കെ പറഞ്ഞ. ഒരു ബിൽഡിംഗ് എടുത്തിട്ട് നമ്മൾ എങ്ങനെയാണ് അതിന്റെ ഡക്റ്റ് ഡിസൈൻ ചെയ്യേണ്ടത്, സെൻട്രലൈസ്ഡ് ACന്റെ ഡക്റ്റ് ഡിസൈനിങ് ഒക്കെ. അപ്പം HVACന്റെ ഇതൊക്കെ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ, കോഴ്സ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡി അവിടെ ഉണ്ടാവും. നമുക്കിപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രമേ പഠിക്കാനുള്ളൂ. എന്താണ് ഡക്റ്റ്, എന്തൊക്കെയാണ് ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യേണ്ടത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇതൊരു ബിൽഡിങ്ങിന്റെ ഡക്റ്റിന്റെ അകത്തുള്ള ഡിസൈനാണ് ഇപ്പൊ ഇവിടെ കാണിച്ചിട്ടുള്ളത്. നിങ്ങൾ ഷോപ്പിംഗ് മോളിലൊക്കെ പോയ ആൾക്കാരൊക്കെ തന്നെ ആയിരിക്കും, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവേണ്ടൊന്നും ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് എന്തിനാണ് ഡക്റ്റ്, അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കാം. ഡക്ട്സ് ആർ യൂസ്ഡ് വെൻ കണ്ടീഷൻഡ് എയർ cannot be supplied directly from air conditioning equipment to the space to be conditioned. എന്തിനാണ് നമ്മൾ ഡക്റ്റ് ഉപയോഗിക്കുന്നത്? നമ്മളിപ്പം പാക്കേജ്ഡ് എയർ കണ്ടീഷനിങ് അല്ലെങ്കിൽ സെൻട്രൽ എയർ കണ്ടീഷനിങ്ങിൻ്റെ അകത്തുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന പോലെ ഓരോതിന്റെ ഇവാപ്പറേറ്റർ കോയിലും എടുത്തിട്ട് നമുക്ക് റൂമിൻ്റെ ഉള്ളിൽ വെക്കാൻ പറ്റില്ല, ഇൻ കേസ് ഒരു വലിയ ഏരിയ ഒക്കെ ആണെങ്കിൽ. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഡക്റ്റ് വഴി ഓരോ ഭാഗത്തേക്ക് സപ്ലൈ ചെയ്ത് കൊടുക്കല്. ഓക്കെ. It convey the conditioned air from air conditioned equipment to the proper air distribution point or air supply outlet. എന്താ കൺവേ എന്ന് വെച്ചാൽ ഒരു ഭാഗത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുവന്നത്. നമ്മളെ എയർ കണ്ടീഷനിങ് എക്വിപ്മെന്റ് എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടാവും. ആ ഭാഗത്ത് നിന്ന് നമ്മൾ കണ്ടീഷൻഡ് ആയിട്ടുള്ള എയറിനെ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഡക്ട്സ് ഉപയോഗിക്കുന്നത്. അപ്പം ഡക്ട്സ് ആർ ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ ലോഡ് ഓൺ ഡക്ട് ഡ്യൂ ടു എയർ പ്രഷർ ആൻഡ് ടർബുലൻസ്. നമ്മൾ ഡക്റ്റിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് വെച്ചാൽ അതിന്റെ ലോഡിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പം ദ ക്ലാസിഫിക്കേഷൻ വേരീസ് ഫ്രം അപ്ലിക്കേഷൻ ടു അപ്ലിക്കേഷൻ സച്ച് ആസ് റെസിഡൻസ്, കമേഴ്ഷ്യൽ സിസ്റ്റം, ഇൻഡസ്ട്രിയൽ സിസ്റ്റം. ഫോർ എക്സാമ്പിൾ സച്ച് എ ക്ലാസിഫിക്കേഷൻ ഈസ് ഗിവൺ ബിലോ. അപ്പൊ നമുക്ക് ലോ പ്രഷർ സിസ്റ്റം ഉണ്ട്, മീഡിയം പ്രഷർ സിസ്റ്റം ഉണ്ട്, ഹൈ പ്രഷർ സിസ്റ്റം ഉണ്ട്. നമ്മളെ മോഹൻലാലിന്റെ വീട്ടിലൊക്കെ സെൻട്രലൈസ്ഡ് AC ആണെന്നൊക്കെയാണ് പറയുന്നത് കേട്ടിട്ടുണ്ടായി. നമ്മളെ വീട്ടിലൊക്കെ ഉള്ള പോലെ ഒരു ജസ്റ്റ് ഒരു AC അല്ല. മിക്കവാറും വലിയ വലിയ സിനിമ നടന്മാരും പൈസക്കാരുടെ വീട്ടിലൊക്കെ സെൻട്രലൈസ്ഡ് AC ആയിരിക്കും ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ലോ പ്രഷർ സിസ്റ്റവും മീഡിയം പ്രഷർ സിസ്റ്റവും ഹൈ പ്രഷർ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിതിനെ ബേസിക്കലി ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഹൈ വെലോസിറ്റീസ് ഇൻ ദ ഡക്ട് റിസൾട്ട്, നമ്മൾ ഈ സപ്ലൈ ചെയ്യുന്ന എയറിന്റെ വെലോസിറ്റി ഹൈ വെലോസിറ്റി ആണെങ്കിൽ എന്തൊക്കെയാണ് അതിന്റെ എഫക്റ്റ് നോക്കാം. സ്മോളർ ഡക്ട് ആൻഡ് ഹെൻസ് ലോവർ ഇനീഷ്യൽ കോസ്റ്റ് ആൻഡ് ലോവർ സ്പേസ് എക്വിപ്മെന്റ്. നമ്മൾ ഹൈ വെലോസിറ്റി ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? സ്മോളർ ഡക്റ്റ് നമുക്ക് ആവശ്യമുള്ളൂ, ചെറിയ ഡക്റ്റ് മതി. അതേപോലെ തന്നെ ഹൈ പ്രഷർ ഡ്രോപ്പ്, കാരണം നമ്മൾ ഈ എവിടെയെങ്കിലും ഒരു ബെൻഡും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ നമുക്ക് പെട്ടെന്ന് പ്രഷർ ഡ്രോപ്പ് ആയിട്ട് വരും. ഹെൻസ് ലാർജ് ഫാൻ പവർ കൺസപ്ഷൻ, പിന്നെ ഇൻക്രീസ്ഡ് നോയ്സ് ആൻഡ് ഹെൻസ് എ നീഡ് ഓഫ് നോയ്സ് അറ്റന്വേഷൻ. അപ്പം നോയ്സ് കൺട്രോൾ ചെയ്യാനുള്ള ഐറ്റംസ് നമുക്ക് വേണ്ടി വരും. നമുക്ക് ജനറൽ റൂൾസ് ഓഫ് ഡക്റ്റ് ഡിസൈൻ ആണ് നമുക്ക് മെയിനായിട്ട് ആവശ്യമുള്ളത് ഇതിൻ്റെ അകത്തൊന്ന്. ഇതുവരെ ഡക്റ്റിനെ പറ്റി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് കണ്ടിട്ടില്ല, എന്നാലും നമുക്ക് നോക്കാം. ജനറൽ ഡക്റ്റിന്റെ ഡിസൈനിൻ്റെ അകത്ത് നമ്മൾ ജനറലായിട്ട് പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. എയർ ഷുഡ് ബി കൺവേഡ് ആസ് ഡയറക്ട്ലി ആസ് പോസിബിൾ ടു സേവ് സ്പേസ്, പവർ ആൻഡ് മെറ്റീരിയൽ. നമ്മൾ എന്ത് ചെയ്യണം? ഈ ഡക്റ്റ് എന്ന് പറയുന്ന സാധനം ഷുഡ് കൺവേഡ് ആസ് ഡയറക്ട്ലി ആസ് പോസിബിൾ, അത് എവിടെയും ലോസസ് ഇല്ലാണ്ട് നമ്മൾ കൊടുക്കുന്ന എയറിനെ മൊത്തം അത് കൺവേ ചെയ്യാം.
വെറുതെ പറയാന്നേ ഉള്ളൂ, ഫുൾ ലോസസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ നമ്മളെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എഴുതുന്ന സമയത്ത് അത് ഫുള്ളായിട്ട് കൺവേ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എഴുതാം. സഡൻ ചേഞ്ച് ഇൻ ഡയറക്ഷൻ ഷുഡ് ബി അവോയ്ഡഡ്. നമ്മൾ ഡക്റ്റ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് സഡൻ ചേഞ്ച്, അത് ഷാർപ്പ് ബെൻഡ് ഇല്ലാണ്ട് ഒരു കർവ്ഡ് ബെൻഡും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഇടാം. അതന്നെ മാക്സിമം മിനിമൈസ് ചെയ്യണം. ഈ ബെൻഡും കാര്യങ്ങളൊക്കെ മാക്സിമം മിനിമൈസ് ചെയ്തിട്ട് വേണം നമ്മൾ ഡക്റ്റിനെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം എന്താ നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മളുടെ പ്രഷർ ലോസിനെ ഇല്ലാതെ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഈ ബെൻഡും കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നത്. പിന്നെ ഡൈവേർജിങ് സെക്ഷൻ ഷുഡ് ബി ഗ്രാജുവൽ. അങ്ങനെ ഡൈവേർജിങ് സെക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ, ഡൈവേർജിങ് എന്ന് പറഞ്ഞാൽ അറിയില്ല, ഒരു ചെറിയൊരു പോർഷൻസ് നിന്ന് വലിയ പോർഷനിലേക്ക് ഇങ്ങനെ വരികയാണ്. നമുക്കിങ്ങനെ ചിലപ്പം ഇങ്ങനെ രണ്ട് ഭാഗത്തേക്കൊക്കെ കൊടുക്കേണ്ടി വരും. ഒരു ഭാഗത്തുള്ള എയറിനെ ഇങ്ങനെ കൊടുക്കേണ്ടി വരും. ഇനി അതുമല്ല, ഡൈവേർജിങ് എന്ന് പറഞ്ഞിട്ട് ചിലപ്പം ഇങ്ങനെയും വരാം. ഒരു ചെറിയ പൈപ്പിൽ വന്നിട്ട് കുറച്ച് വലിയ പൈപ്പിലേക്ക് ചാടുന്ന അവസ്ഥ. ഇത് രണ്ടും ഡൈവേർജിങ് സെക്ഷൻസ് ആണ്. ഇങ്ങനെ വല്ലത് ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ആംഗിൾ ഓഫ് ഡൈവേർജൻസ് എപ്പോഴും 20 ഡിഗ്രിയിൽ കുറവായിരിക്കണം. ഓക്കെ, ഷാർപ്പ് ഡൈവേർജൻസ് ഉണ്ടാവാൻ പാടില്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ആസ്പെക്ട് റേഷ്യോ is defined as the ratio of longer side of the rectangular duct to shorter side of the rectangular duct. അതായത് നമ്മൾ ഡക്റ്റിന്റെ ക്രോസ് സെക്ഷൻ എടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഇങ്ങനെയുള്ള ഡക്റ്റാണ് നമ്മൾ മെയിനായിട്ട് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആസ്പെക്ട് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ്ങർ സൈഡ് ഡിവൈഡ് ബൈ, അതായത് ഈ ഒരു സൈഡ് ഡിവൈഡ് ബൈ നമ്മളെ ചെറിയ സൈഡ് എന്താ, ഷുഡ് ബി ആസ് ക്ലോസ് ടു 1.0 ആസ് പോസിബിൾ. നോർമലി ഇറ്റ് ഷുഡ് നോട്ട് എക്സീഡ് 4. അതായത് നമ്മൾ മാക്സിമം എന്ത് സ്ക്വയർ ടൈപ്പ് ഉപയോഗിക്കണം എന്നാണ് പറയുന്നത്. അതിന്റെ വാല്യൂ 1 ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, മാക്സിമം സ്ക്വയർ ടൈപ്പ് ഉപയോഗിക്കാൻ നോക്കുക. പിന്നെ അഥവാ നടക്കുന്നില്ലെങ്കിൽ മാക്സിമം വരെ പോകാൻ പറ്റുന്ന വെച്ചാൽ 4 ആണ്. അതായത് റെക്റ്റാങ്കിളിലെ ഈ സൈഡ് 4 സെന്റിമീറ്ററും ഈ സൈഡ് 1 ആയിട്ട് കൺസിഡർ ചെയ്യാം. ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുത്താൽ മതി. ഒരു സൈഡ് 4 സെന്റിമീറ്റർ ആണെങ്കിൽ നേരത്തെ അപ്പർ സൈഡ് എന്തായിരിക്കണം, 1 സെന്റിമീറ്റർ ആയിരിക്കണം. ഇപ്പർ സൈഡ് ഇനി 8 സെന്റിമീറ്റർ ആണെങ്കിൽ മാക്സിമം അപ്പർ സൈഡ് 2 സെന്റിമീറ്ററിലായിരിക്കണം. അങ്ങനെയാണെങ്കിൽ അത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 8/2 = 4. ഓക്കെ, അപ്പൊ ആ ഒരു ആസ്പെക്ട് റേഷ്യോയിൽ വേണം നമ്മൾ ഡക്റ്റിനെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. മാക്സിമം നമ്മൾ പറയുന്നത് വെച്ചാൽ സ്ക്വയർ ടൈപ്പ് തന്നെ ആക്കാനാണ് ശ്രമിക്കേണ്ടത് ഡക്റ്റ്. പിന്നെ എയർ വെലോസിറ്റി ഷുഡ് ബി വിത്തിൻ പെർമിസിബിൾ ലിമിറ്റ് ടു റെഡ്യൂസ് നോയ്സ് ആൻഡ് വൈബ്രേഷൻ. നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കൊടുത്തിരിക്കുന്ന എയറിന്റെ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിസൈഡ് ലിമിറ്റിൻ്റെ ഉള്ളിൽ നിൽക്കുന്നതായിരിക്കണം. കാരണം അല്ലെങ്കിൽ ഒരു ഫിസ്സിങ് സൗണ്ട് ഒക്കെ വരും എയർ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കടന്നു വരുന്ന സമയത്ത്. അപ്പോൾ എയർ വെലോസിറ്റിയും എന്താണ് ഇതിൻ്റെ ഒരു മേജർ ഘടകമാണ്. ഡക്റ്റിന്റെ മെറ്റീരിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ഗാൽവനൈസ്ഡ് അയൺ ഷീറ്റാണ്. അത് GI പൈപ്പ് വെച്ചിട്ട് അതിന്റെ ഷീറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ അലൂമിനിയം ഷീറ്റ് ഓർ ബ്ലാക്ക് ഷീറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഡക്റ്റിന്റെ ഡിസൈൻ മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത്. മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഡക്ട് മെറ്റീരിയൽ ഈസ് ഗാൽവനൈസ്ഡ് ഷീറ്റ് മെറ്റൽ. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത്, നിങ്ങളിവിടെ കോളേജിൽ നിങ്ങൾ ചെയ്ത ഷീറ്റ് മെറ്റലിന്റെ വർക്ക്ഷോപ്പിൽ ചെയ്ത വർക്ക് ഉണ്ടല്ലോ, ആ മെറ്റീരിയലിൽ തന്നെയാണ് നമ്മൾ ഡക്ട് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നത്. അപ്പം ബിക്കോസ് ദ സിങ്ക് കോട്ടിംഗ് ഓഫ് ദിസ് മെറ്റൽ പ്രിവെന്റ്സ് റസ്റ്റിംഗ് ആൻഡ് അവോയ്ഡ്സ് ദ കോസ്റ്റ് ഓഫ് പെയിന്റിങ്. അപ്പൊ നമുക്ക് സിങ്ക് കോട്ടിംഗ് ഉള്ളതുകൊണ്ട് എന്ത് വേണ്ട, റസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ കുറച്ച് കുറവായിരിക്കും. എന്തുകൊണ്ടാണ്? ഓക്കെ, അലൂമിനിയം ഈസ് യൂസ്ഡ് ബിക്കോസ് ഇറ്റ്സ് ലൈറ്റ് വെയിറ്റ് ആൻഡ് റെസിസ്റ്റൻസ് ടു മോയ്സ്ചർ. അലൂമിനിയം യൂസ് ചെയ്യാം, പക്ഷെങ്കിൽ അലൂമിനിയത്തിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ മെയിനായിട്ട് ഇതിന്റെ കോസ്റ്റാണ്. അതുകൊണ്ടാണ് നമ്മൾ ഗാൽവനൈസ്ഡ് അയൺ ഷീറ്റ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. പക്ഷെ അലൂമിനിയം നമുക്ക് യൂസ് ചെയ്യാം, കാരണം ലൈറ്റ് വെയിറ്റ് മെറ്റീരിയലാണ്. പിന്നെ സിമെന്റ് ആസ്പെറ്റോസ് ഡക്റ്റ് ആർ യൂസ്ഡ് ഫോർ അണ്ടർഗ്രൗണ്ട് എയർ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഫോർ എക്സോസ്റ്റിംഗ് കൊറോസീവ് മെറ്റീരിയൽ. സിമെന്റ് നമ്മൾ ആസ്പെറ്റോസ് ഷീറ്റ് വെച്ചിട്ടുള്ള ഡക്റ്റും ഉപയോഗിക്കാറുണ്ട്, പക്ഷെ അത് അണ്ടർഗ്രൗണ്ടിലേക്കുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. ബാക്കി നമുക്ക് പഠിക്കാനുള്ളത് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. കുറച്ച് മെത്തേഡ്സ് ആണ്, ഇതും ചോദിക്കാറുണ്ട്. ഡക്റ്റ് ഡിസൈനിന്റെ 3 മെത്തേഡ്സ് ഉണ്ട്. ഈക്വൽ ഫ്രിക്ഷൻ മെത്തേഡ്, വെലോസിറ്റി റിഡക്ഷൻ മെത്തേഡ്, സ്റ്റാറ്റിക് റീഗെയിൻ മെത്തേഡ്. അത് ഇന്ന് ഞാൻ പറഞ്ഞാൽ ശരിയാവില്ല, അതുകൊണ്ട് അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം.
പ്രഷർ ഇൻ ഡക്റ്റും നേരത്തെയുള്ള എല്ലാവരും ഉണ്ടല്ലോ. വസീം മാത്രല്ല എക്സ്ട്രാ വന്നിട്ടുള്ളൂ. ഫുൾ പ്രസന്റ് അല്ലേ? എന്നാ പിന്നെ ശരി, നമുക്ക് നാളെ കാണാം. നാളത്തെ ഒരു ദിവസം കൊണ്ട് നമ്മളെ ക്ലാസ് തീരുമായിരിക്കും.